തൃശൂർ പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ വീട്ടമ്മയെ അറിയാതെ ചേർത്ത വ്യാജ വോട്ടുകൾ ആബ്സെന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കിയെന്നാണ് താൻ ഓർക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കാലത്തെ ബൂത്ത് ലെവൽ ഓഫീസറായിരുന്ന ആനന്ദ് സി മേനോൻ ചട്ടപ്രകാരം പരിശോധന നടത്തിയാണ് വോട്ടർമാരെ ചേർത്തത്. വ്യാജന്മാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് അറിയില്ല. BLO ചുമതല ആദ്യമായാണ് നിർവഹിക്കുന്നതെന്നും പരിചയക്കുറവുണ്ടായിരുന്നുവെന്നും ആനന്ദ് സി മേനോൻ മീഡിയയോട് പറഞ്ഞു. അല്ല, സംഭവം എന്താന്ന് എനിക്കറിയില്ല. കാരണം നമ്മള് വേറെ ഞാൻ ആ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ടാണ് BLO ആവുന്നത്. ആ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ BLO ആക്കുന്നത്. നമുക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ പോയി വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയ കംപ്ലൈന്റ് അനുസരിച്ച് നമ്മൾ ആ പേരുകൾ നോക്കിയിട്ട് പോയിട്ട് അവർ തന്നെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അല്ല സാർ, അപ്പൊ നമ്മൾ ഈ 9 വോട്ടർമാരെയും സാറ് ഫ്ലാറ്റിൽ പോയി കണ്ടിട്ടുണ്ടോ? അവരുടെ അച്ഛന്റെ പേരൊക്കെ വളരെ ഡിഫറെന്റ്, ഓരോരുത്തർക്കും ഓരോ അച്ഛന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ സാധാരണ അങ്ങനെ വ്യത്യസ്ത പേരുകൾ വന്നാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ലേ സാർ? എങ്ങനെ അത്? അതാ ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ മാക്സിമം പോയിട്ട് നോക്കിയിട്ട് ഞാനത് നീക്കം ചെയ്തിട്ടുണ്ടെന്ന് എന്റെ ഒരു ഉറപ്പ്. എനിക്ക് ഇതൊന്നും നിങ്ങൾ പറയണ പേരുകൾ തന്നിട്ടുണ്ടാവും. എസ് സുധീർ, സന്തോഷ് കുമാർ, സജിത് ബാബു പി, സുകേഷ്, ഹരിദാസൻ, മനീഷ് MS, മുഖാമി അമ്മ, ഈ പറഞ്ഞ പേരുകളൊക്കെ AC ലിസ്റ്റിലുള്ള പേരുകളാണ് സാർ. പിന്നെ എങ്ങനെയാണ് ഞാനിത് മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പേരുകളൊക്കെ AC ലിസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. AC ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആബ്സെന്റ്, ഡെത്ത്, ഷിഫ്റ്റ്. ആബ്സെന്റില് മിക്കതും ഞാൻ ഉറപ്പ് പറയുന്നില്ല, കാരണം എനിക്കൊന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ പേരുകൾ ആബ്സെന്റ് ലിസ്റ്റിൽ കൊടുത്തതായിട്ടാണ് എന്റെ ഒരു ഓർമ്മ. എനിക്കൊന്ന് നോക്കേണ്ടി വരും. ആബ്സെന്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് അവിടെ കണ്ടില്ലെങ്കിൽ നമ്മൾ ആബ്സെന്റ് ആണ് കൊടുക്കുക. ആബ്സെന്റ്, ഓക്കെ. അപ്പൊ അങ്ങനെ കൊടുത്തു എന്നാണ് എന്റെ ഒരു ധാരണ. വോട്ടേഴ്സ് പട്ടികയിൽ വന്ന പേരുകൾ നമ്മൾ പോയി കൺഫേം ചെയ്താണല്ലോ നമ്മൾ ആബ്സെന്റ് കൊടുക്കുക. നമ്മൾ ആബ്സെന്റ് കൊടുക്കുമ്പോ പിന്നെ നമ്മുടെ മേലുള്ള ആൾക്കാരായിരിക്കും അതിന്റെ തീരുമാനം എടുക്കുക. അതായത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടവരെ മാത്രമേ താങ്കൾ ലിസ്റ്റിൽ ചേർത്തിട്ടുള്ളൂ. ഞാൻ ഇതുപോലെ നമുക്ക് ഇലക്ഷൻ സമയത്ത് ഇതുപോലെ ഓരോ പേരുകളും കാര്യങ്ങളായിട്ട് നമുക്ക് ഓരോ പാർട്ടിക്കാരും കാര്യങ്ങളും ഇവരിവിടെ ഉള്ള ഇങ്ങനെ കംപ്ലൈന്റ് നമുക്ക് ലെറ്ററായിട്ട് കംപ്ലൈന്റ് തരും. അപ്പൊ ആ പേരുള്ള ആൾക്കാർ അവിടെ ഉണ്ടോ ഇല്ലെന്നുള്ളത് നമ്മള് കുറെ കാര്യങ്ങൾ അങ്ങനെ പോയിട്ട് കാണാത്തവരുടെ പേരുകൾ ആബ്സെന്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലൈന്റ് കിട്ടി പോയി കണ്ടവരുടെ പേരുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, കാണാത്തവരെ കംപ്ലൈന്റ് കിട്ടിയിട്ട് പോയി കാണാത്തവരെ ആരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നടരാജ് പരശുറാം വിവരങ്ങളും അയച്ചിരുന്നു. നടരാജ്, അദ്ദേഹം ആബ്സെന്റ് ലിസ്റ്റ് കൊടുത്തതാണ് എങ്കിൽ ഇതിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ആരായിരുന്നു? അത് ഭരണാധികാരിയായ ജില്ലാ കളക്ടറാണോ? വളരെ പ്രധാനപ്പെട്ട സംഭാഷണമാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതായത് താൻ ആബ്സെന്റ് ലിസ്റ്റിൽ പെടുത്തിയ പേരുകളാണ് ഇതൊക്കെയാണെന്ന് ഓർക്കുന്നതെന്നും അതെങ്ങനെ ആ ലിസ്റ്റിൽ വന്നുവെന്ന് അറിയില്ലെന്നും പറഞ്ഞ് BLO കഴിയുന്നതോടുകൂടി ഇത് ആര് ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ജില്ലയിൽ വരണാധികാരിയാണ് ഒരു ഫൈനൽ വേർഡ് പറയേണ്ടത്. അക്കാലത്ത് അപ്പം തന്നെ ഇത്തരത്തിൽ അന്ന് ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണ തേജ ഇത്തരത്തിലൊരു അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ എല്ലാവരും വോട്ട് ചെയ്തുകൊള്ളട്ടെ എന്ന നിലപാട് എടുത്തിരുന്നു എന്നാണ് അറിഞ്ഞിരുന്നത്. അന്ന് അത് തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നടപ്പിലാക്കിയതും. ഈ വോട്ടിംഗ് സംബന്ധിച്ച് ശ്രീഹരി സ്കൂളിൽ തർക്കം വന്നപ്പോഴും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം എന്നുള്ള നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. ഇപ്പോൾ BLO നമ്മളോട് നടത്തിയ സംഭാഷണത്തിൽ താൻ എല്ലാം അറിഞ്ഞ് ശ്രദ്ധിച്ചാണ് ചെയ്തിട്ടുള്ളതെന്നും തൻ്റെ ഭാഗത്ത് പിഴവില്ലെന്നുമാണ് അവകാശപ്പെടുന്നത്. താൻ അക്കാലത്ത് പുതിയ ആളായിരുന്നു, BLO ആയി ജോലിക്ക് ചേർന്ന അധികകാലം ആയിരുന്നില്ല. ഈ പേരുകൾ താൻ ആബ്സെന്റ് ലിസ്റ്റിൽ നൽകിയതായാണ് ഓർക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ ഈ പേര് ചേർക്കപ്പെട്ടു എന്ന് അറിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ക്രമരഹിതമായി അദ്ദേഹം അറിയാതെ ചേർത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹം ഇക്കാര്യം മറന്നുപോയി, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നൊക്കെ തന്നെ സംശയിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇതിന്റെ മുതിർന്ന അധികാരികളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്യപ്പെട്ടതെന്നും സംശയിക്കേണ്ടി വരും. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ ദുരൂഹമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പുറത്തുവിട്ട വോട്ടർ പട്ടികയിലെ വ്യാജ വോട്ടുകൾ സംബന്ധിച്ചുള്ള ചർച്ച തൃശ്ശൂരിൽ വലിയ രീതിയിൽ ചൂടുപിടിച്ചിട്ടുണ്ടെന്ന് പറയാം. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ K മുരളീധരനും VS സുനിൽകുമാറും മറ്റു പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമൊക്കെ തന്നെ കേരളത്തിൽ ഉടനീളം ഈ വാർത്തയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നും മന്ത്രി V ശിവൻകുട്ടി ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തി. നമ്മൾ രാവിലെ പുറത്തുവിട്ട സുരേഷ് ഗോപിയുടെ ഡ്രൈവറും ഈ വ്യാജ പട്ടികയിൽ പേര് ചേർത്തിരുന്നു എന്ന വാർത്തയിൽ അദ്ദേഹം അല്പസമയം മുമ്പ് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിൽ റീഇലക്ഷൻ വേണമെന്നാണ്. അതായത് ഏതാണ്ട് 30 മുതൽ 60,000 വരെ വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കാനാണ് സാധ്യത എന്നും CPMന്റെ മുതിർന്ന നേതാവായ V ശിവൻകുട്ടി പറയുന്നു. മാന്യതയുണ്ടെങ്കിൽ സുരേഷ് ഗോപി രാജിവെച്ച് പോകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവറുടെ ക്രമക്കേട് ഇതുപോലൊരു മറിമായം മറ്റെങ്ങും നടക്കില്ല എന്നും V ശിവൻകുട്ടി പറയുകയുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ച പല സ്ഥലത്തും നടക്കുന്നു. വ്യാപകമായ വോട്ട് ചേർക്കൽ, സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ എന്നുള്ള വിശേഷണം വരെ CPM ഇതിനെ ചാർത്തി കൊടുക്കുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. എന്തായാലും വലിയ രീതിയിൽ നമ്മുടെ വാർത്തകൾ ചർച്ചയാവുകയാണ്. എന്താണ് ഇതിൽ നടപടി ഉണ്ടാവുക എന്നുള്ളതാണ്
ഇനി അറിയേണ്ടത്. അജിം, നടരാജ്, ഈ വോട്ടർ പട്ടിക നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇനിയും അതിൽ നിന്ന് അൺഎർത്ത് ചെയ്തെടുക്കാനുണ്ടാവുമോ കാര്യങ്ങൾ? വളരെ തീർച്ചയാണ്. നമ്മൾ പല ബുള്ളറ്റിനുകളായി പുറത്തുവിടുന്നത് പോലെ പലരും പല സ്ഥലത്തു നിന്നും വോട്ടുകൾ വെട്ടിച്ചേർത്ത് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ ഷുക്കൂറിന്റെ വാർത്ത സംബന്ധിച്ച ഹെഡ്ലൈനിൽ മെൻഷൻ ചെയ്തതുപോലെ പല ഭാഗത്തും ഇത്തരത്തിൽ വോട്ടുകൾ വെട്ടിച്ചേർത്ത് പല ഭാഗത്തും ചേർക്കപ്പെടുകയും മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ വിവരങ്ങളാണ് നമ്മൾ 2 ദിവസമായി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. വോട്ടർ പട്ടിക വിശദമായി പരിശോധിക്കുമ്പോൾ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ നഗരങ്ങളിലെ ആൾതാമസമില്ലാത്ത ഫ്ളാറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ച് പലരും വന്നു പോയിട്ടുണ്ട്. മിക്കവരും അജ്ഞാതരാണ്. കഴിഞ്ഞ ദിവസം പ്രസന്ന എന്ന വീട്ടമ്മയുടെ പ്രതികരണം നമ്മൾ കണ്ടു. അവരുടെ വീട്ടിൽ അവരറിയാതെ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അവരുടെ അയൽവാസികളോട് നമ്മൾ സംസാരിച്ചു. അവരും പറയുന്നു ഇവരാരെയും ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ കണ്ടിട്ടില്ലെന്ന്. ഇതുപോലെ തൃശ്ശൂരിലെ പല ഭാഗങ്ങളിലുള്ളവർ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇവരെ ഞങ്ങൾക്കറിയില്ല, ഇവരൊക്കെ ഞങ്ങളുടെ വിലാസത്തിലുണ്ട് എന്ന് പറയുന്ന കഥകൾ നമ്മൾ പലപ്പോഴായി പുറത്തുവിടുന്നുണ്ട്. കൂടുതൽ അൺഎർത്ത് ചെയ്യാനുണ്ട്. അതിനുള്ള ശ്രമം നമ്മൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരർത്ഥത്തിൽ താൻ അറിയില്ലെന്ന് BLO പറയുന്നതോടുകൂടി അതിൻ്റെ ഒരു ദുരൂഹത കൂടുതൽ വർദ്ധിക്കുകയാണ്. വരും മണിക്കൂറുകളിലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പുറത്തുവിടാൻ കഴിയും. റൈറ്റ്. നടരാജ്, ഈ കാര്യത്തിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു ക്രമക്കേട് നടന്നു, ഇത് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിച്ചില്ല, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ബൂത്ത് ലെവലിൽ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ വരുമ്പോൾ നിലവിൽ ഈ കോൺഗ്രസും CPM ഉം CPI ഒക്കെ ഈ കാര്യത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അജിംസ്, ഇത് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിച്ചില്ല എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. നമ്മൾ ഓർക്കണം, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും VS സുനിൽകുമാർ വാർത്താ സമ്മേളനം നടത്തിയതാണ്. വ്യാപകമായി BJP വോട്ട് ചേർത്തിട്ടുണ്ടെന്ന ആരോപണം അന്ന് തന്നെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അക്കാലത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ തന്നെ ഇത് ശ്രദ്ധിച്ചിരുന്നതാണ്. ഇക്കാര്യത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നതാണ്. അവർ പരാതിയും കൊടുത്തിരുന്നതാണ്. ഈ പരാതിയിലൊന്നും നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതൊക്കെ തന്നെ ഡഫ് ഇയേഴ്സിൽ പോയി വീണിരുന്നോ, കേൾക്കാത്ത കാതുകളിൽ പോയി വീണിരുന്നോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടി വരിക. കാരണം അന്നും ഈ പരാതിയിൽ വലിയ നടപടിയൊന്നും ഉണ്ടായില്ല. അന്നൊക്കെ തന്നെ വലിയ തർക്കം, ഹരിശ്രീ സ്കൂളിലൊക്കെ തന്നെ വോട്ടിംഗ് സംബന്ധിച്ച് വലിയ തർക്കമുണ്ടായി. പലരും വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങുകയും ഒക്കെ ചെയ്ത് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. വോട്ടിംഗ് കേന്ദ്രത്തിൽ തർക്കം എന്ന പേരിലൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു. പക്ഷേ അന്ന് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശേഷിച്ചും എടുത്ത സമീപനം എന്തായിരുന്നു? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരൊക്കെ വോട്ട് ചെയ്തു കൊള്ളട്ടെ എന്ന സമീപനമാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ ഭരണാധികാരിയും സ്വീകരിച്ചത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇത്തരത്തിൽ വ്യാപകമായി ചേർക്കപ്പെടുകയും ഇലക്ഷന് ശേഷം ഇവരൊക്കെ തന്നെ അവരവരുടെ കേന്ദ്രങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യം പുറത്തു വരുമ്പോഴാണ് നേരത്തെ സുനിൽകുമാർ പറഞ്ഞ പോലെ ഇതൊരു മാനിപ്പുലേറ്റഡ് വിക്ടറി ആണോ എന്ന സംശയത്തിലേക്ക് വരേണ്ടി വരിക. ഒരു സംഘം ആളുകളെ പല സ്ഥലങ്ങളിൽ നിന്നായി വോട്ടർ പട്ടികയിൽ ചേർത്ത് കൊണ്ടുവരിക, അവരൊക്കെ തന്നെ വോട്ട് ചെയ്യുക, ഇലക്ഷന് ശേഷം അവരൊക്കെ തന്നെ തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി വീണ്ടും മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ അവരവരുടെ സ്ഥലത്ത് വോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ജനാധിപത്യം എന്ന പ്രക്രിയ തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകും. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സോമോട്ടു കേസെടുക്കണം, അതായത് സ്വമേധയാ കേസെടുക്കണം എന്നുള്ള ആവശ്യം ശക്തമാണ്. കോൺഗ്രസും CPIയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളും പരിശോധനകളും നടത്താനും ഒരുങ്ങുകയായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയുടെ ക്രമീകരണങ്ങൾ കൂടി നടക്കുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ എന്ന് CPM ആരോപിക്കുന്ന, ഇടതുപക്ഷം ആരോപിക്കുന്ന ഈ വോട്ട് ചേർക്കൽ പരിപാടി ഇനിയും തുടർന്നിട്ടുണ്ടോ, തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത്തരം മോഡലുകൾ ഉണ്ടോ എന്നുള്ള പരിശോധനയൊക്കെ തന്നെ കർശനമാക്കുമെന്നും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു. അജിം, ശരി നടരാജ്.